ഹലോ ഗായ്സ്, ഇത് കേരളത്തിൽ ആകെപ്പാടെ നല്ല മഴയാണ്. ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് എങ്ങും പോകാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലൊന്ന് രണ്ട് ചക്ക കിട്ടുന്നത്. ചക്ക വറുക്കണം എന്നായി വീട്ടുകാർക്ക് എല്ലാവർക്കും. എന്നാൽ പിന്നെ നൈസായിട്ട് സൈഡിൽ നിന്നൊരു യൂട്യൂബ് വീഡിയോ പിടിക്കാമെന്ന് ഞാനും കരുതി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അല്ലേ? അപ്പോൾ ഗൈസ്, നല്ല വിളഞ്ഞ എണ്ണ പഴുക്കാത്തൊരു ചക്ക അതിൻ്റെ പശയും കുരുവൊക്കെ കളഞ്ഞ് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് കുറച്ച് നനവുണ്ടായിരുന്നു അതും കളഞ്ഞ് നമ്മളിത് വെളിച്ചെണ്ണയിൽ വറുക്കാനിട്ടിരിക്കുകയാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഇനി വറുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതിയോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വെള്ളം ഇട്ട് കൊടുക്കുക, ഉപ്പ് രസം കിട്ടാനായിട്ട്. കയ്യിൽ എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതേ മൊരിഞ്ഞത് മതിയെന്ന് തോന്നുമ്പോൾ എണ്ണയൊക്കെ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. കണ്ടില്ല, നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്ത പച്ചച്ചക്കയാണ് ചക്ക വറുത്ത് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ഉണ്ട്. അങ്ങനത്തെ 2 ഡിഷസ് നമുക്ക് ഈ വീഡിയോ നോക്കാം. സോ ആദ്യമേ ഞങ്ങളിവിടെ ചക്ക വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിൽ ആവശ്യത്തിന് ശർക്കര എടുക്കുക. ഞങ്ങളുടെ കയ്യിൽ ജാഗ്രി പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. ഇതേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത വരിക്കച്ചക്ക ഉണ്ടായിരുന്നു, ഇത് ആഡ് ചെയ്യണം. ഇതിന് മീഡിയം ഹീറ്റിൽ കുറച്ച് നേരം വേവിക്കണം. ഈ വരിക്കച്ചക്ക വേവാൻ സമയമെടുക്കും, കുഴിച്ചക്ക പോലെയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം ആഡ് ചെയ്തത്. ചക്കതേ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൽ 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇതിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ചക്ക അട അല്ലെങ്കിൽ ചക്ക ഹൽവ ഉണ്ടാക്കാം. സോ ഗൈസ്, ഞങ്ങളിത് ഇപ്പോൾ ചക്ക അട അല്ലെ ചക്ക ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു മിക്സിയിലോട്ട് 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്തത് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചക്ക വരട്ടിയും 1 മുറി തേങ്ങയും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കുക. ഇതേ പരിപരുത്ത രീതിയിൽ അതൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ കിണ്ണത്തപ്പം അല്ലെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു കിണ്ണം എടുക്കുക. അതിൽ നെയ്യ് തേച്ച് കൊടുക്കുക. ആ കിണ്ണം നമ്മൾ ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചു. അതിലേക്ക് മാവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഒരു ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വേവിക്കണം അടച്ചു വെച്ചിട്ട്. ഇതിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ തുറന്ന് നോക്കുകയാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു കത്തി വല്ലതും ഇട്ട് നോക്കുകയാണെങ്കിൽ അത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് സെറ്റായിട്ടുണ്ടെന്ന്. ഇത് നേരെ ഇങ്ങനെ തന്നെ കഴിക്കാം ഇപ്പോൾ. അല്ലെങ്കിൽ ഒന്ന് തണുത്തിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒരു പാനിൽ നെയ്യൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ ചക്ക കൊണ്ടുള്ള 3 ഡിഷസ് കണ്ടില്ലേ? എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദി ചാനൽ ഫോർ മോർ സച്ച് കണ്ടന്റ്സ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണും വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.